ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ട്, ആരും കണ്ട് പേടിക്കേണ്ട. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വൈറ്റ് ടോൺ എടുത്തിട്ടുണ്ട്. ഇതിൽ സൺ പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനോ അങ്ങനെയൊന്നും തേക്കുന്നില്ല. ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. രണ്ടെണ്ണമൊക്കെ തേക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ആദ്യം അത് അപ്ലൈ ചെയ്തു. അതിനുശേഷം എൻ്റെ ലിപ്പ് കുറച്ച് ഡ്രൈ ആയി വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഞാനൊരു ലിപ്പ് ബാം എപ്പോഴൊന്നും അപ്ലൈ ചെയ്യാറില്ല, എന്നാലിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ ഒരു കൺസീലർ, ഇതൊന്നും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. കൺസീലറൊക്കെ എനിക്ക് മൂഡ് തോന്നുമ്പോൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് പൗഡർ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഒരു അടിപൊളി കൺസീലറാണ്. ഇത് ഞാൻ നൈക്കയിൽ നിന്നെങ്ങാനും പർച്ചേസ് ചെയ്തതാണ്. അത് എല്ലായിടത്തിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. എനിക്ക് എവിടേക്കാണോ ഡാർക്ക് സ്പോട്ട്, കുരു വന്നിട്ട് അതിൻ്റെ കൂടെ പോവാത്ത കുറേ മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് ഞാൻ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറോ ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആക്കിയിട്ട് ഇതൊരു നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാനിങ്ങനെ വാരി വലിച്ച് തേക്കുന്ന കണ്ടിട്ട് നിങ്ങളാരും പേടിക്കേണ്ട. നിങ്ങൾ അതിൻ്റെതായ രീതിക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനൊരു ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാട്ടോ. ഇത് പേര് മറന്നായി. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഫൈനായിട്ടുള്ള എന്താ പറയുക, തരി സാധനമല്ലേ, ഫൈനായിട്ടുള്ള പൗഡറാണ്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രഷ് മണം, അതിൻ്റെ സ്മെല്ലുകൊണ്ടാട്ടോ അങ്ങനെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പൗഡർ. അതിന് ശേഷം ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ടാവും കേട്ടോ. എനിക്ക് മിറർ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലൈറ്റ് കുറവുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. പിന്നെ ഈ ഒരു ഐ ഷാഡോ പാലറ്റും ബ്രഷും നിങ്ങൾ എപ്പോഴും കാണുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് മുന്നേ കാണുന്നവർക്ക് മേ ബി അറിയാൻ മതിയാവുമായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് പറയുന്ന പോലെ തന്നെ മൈ ഫേവറേറ്റ് പാർട്ട്, ഐബ്രോ എഴുതുന്നത് കേട്ടോ. അത് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു ബ്ലാക്കും ബ്രൗണും കളറ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്സും ടിപ്സൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഫാൻസിയിലൊക്കെ മറ്റേ ഐബ്രോ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാലറ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ഐബ്രോ പൗഡർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ, ഫ്രഷറാണെങ്കിൽ ആ സംഭവം വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. സെറ്റ് സാധനമാണ്. അതിന് എന്തോ 100 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. ഞാനതായിരുന്നു ഫസ്റ്റ് യൂസ് ചെയ്തത്. ഇതിന് മുന്നേ ഞാൻ ഐബ്രോ പെൻസിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ബ്രൗണ്. ഇപ്പം അത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചെണ്ണം വാങ്ങി യൂസ് ചെയ്തിട്ടോ. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതിനോണ്ടാണ് ഞാൻ ഈ ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു റെഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കണ്ണിൻ്റെ മുകളിലും ഒന്ന് ചീക്കിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് പണ്ട് ഒന്നും ഇല്ലാത്ത ശീലമായിരുന്നു, പക്ഷേ ഇപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ സംഭവം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ്, മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള രീതിക്ക് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്ന കുറേ തരികിട പരിപാടികളാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്, ബിലീവ് മേക്ക് ഓവേഴ്സ് എന്നാണ് പേര്. അപ്പോൾ അതൊന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം ഞാനൊരു കൺമഷി എടുത്തിട്ട് ഒന്ന് ലോവർ ലിഡിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ ഇടയ്ക്ക് മാത്രം ചെയ്യും, ഒരു മൂഡ് വരുമ്പോൾ. ചിലപ്പോൾ ഞാൻ മുകളിലൂടെ മാത്രം കണ്ണെഴുതും, ചിലപ്പോൾ ഞാൻ കണ്ണെഴുതത്തേ ഇല്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ ഒരു കൺമഷി ആണെങ്കിൽ ഇട്ടിട്ടും അങ്ങോട്ടേക്ക് ആവുന്നില്ല. അപ്പോൾ കൺമഷി സ്പ്രെഡ് ആവാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്സാണ്. ഈ ഐ ഷാഡോന്ന് ബ്ലാക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു സ്മഡ്ജിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ലിഡിലെഴുതിയ കൺമഷി സ്പ്രെഡ് ആവില്ല കേട്ടോ. ഞാനിപ്പോൾ കണ്ണ് കുത്തി, അതാണ് ആ എക്സ്പ്രഷൻ. മിറർ നോക്കാണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. ഫോൺ നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ കൺമഷി സ്പ്രെഡ് ആവുകയില്ല, നല്ല സ്മഡ്ജിങ് എഫക്റ്റ് പോലെ ഈ സംഭവം നിൽക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ ഈ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇതിങ്ങനെ ഒരു ഇളക്കൊക്കെ കേട്ടോ. പിന്നെ ഈ പൊട്ട് എനിക്ക് മസ്റ്റാണ്. എനിക്ക് പൊട്ടില്ലാണ്ടായി ഇവിടെയും ഞാൻ പോകില്ല. എന്തോ സുഖമില്ലാത്തൊരു ആളെ മാതിരി ഫീൽ ചെയ്യും. ഞാൻ ജീനും ടോപ്പ് ഇടുമ്പോൾ വരെ ഒരു തൊട്ടില്ല എന്നുള്ള രീതിക്ക് ഐലൈനർ കൊണ്ട് ഞാനൊരു പൊട്ടിടും. അതിനുശേഷം അടുത്ത എൻ്റെ ഫേവറേറ്റാണ് ലിപ്സ്റ്റിക്ക്. പിന്നെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇപ്പം തന്നെ കണ്ണാടിയൊന്നും ഇല്ലെങ്കിലും ഞാൻ എടുത്തിടും. അതിനുശേഷം ഇത് സ്റ്റുഡിയോയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. അത് അടിപൊളി കളറാണ് കേട്ടോ. പക്ഷേ ഈ കളറിനെക്കാട്ടിയും കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആക്കണം എന്ന് തോന്നിയപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ടേ ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പം നല്ലൊരു കളറായില്ലേ. എനിക്കിങ്ങനെ മിക്സ് ചെയ്ത് പുതിയ കളർ കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് മിക്സിങ് ചാലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്കത് ചെയ്യാവുന്നതാണ്. സംഭവമൊക്കെ എൻ്റെ അടുത്ത് ഒക്കെ ഫുൾ സ്റ്റോക്ക്ഡാണ്. അതിന് ശേഷമാണ് ഒരു ഹെവി ടാസ്ക്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടികെട്ടാണ്. അതാണ് എനിക്ക് മെയിനായിട്ടുള്ള ഒരു ഇത്. ഞാൻ വീട്ടിൽ പുറത്ത് പോകുന്നതിന് മുന്നേ ഒക്കെ ഞാൻ കുറേ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യും. അമ്മേനോട് ചോദിക്കും, അപ്പം പറയും സൂപ്പറാണെന്നൊക്കെ പറയും. പക്ഷേ എവിടെയും പോകുന്ന സമയത്ത് എൻ്റെ എപ്പോഴും ഞാൻ കെട്ടണ ആ ഒരു സ്റ്റൈൽ തന്നെയായിരിക്കും ലാസ്റ്റ് കിട്ടുക. അമ്മ പറയും എവിടെയും പോകുമ്പോൾ ഒക്കെ എന്താണ് കോലം. അങ്ങനെ നിങ്ങളമ്മമാർ അങ്ങനെയെങ്കിലും പറയണ്ട, നിങ്ങൾ അങ്ങനെയാണോ? പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈലാട്ടോ കിട്ടുക. ഒന്നായിട്ട് എടുത്ത് പൊന്തിച്ച് കിട്ടും. സുഖമാണല്ലോ, വേറെ നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേനോ മുടി കളർ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടാട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കളർ ചെയ്തു. അപ്പോൾ ആ കളർ എനിക്ക് പോരാന്ന് തോന്നിയപ്പം എൻ്റെ ഏട്ടൻ എനിക്ക് വീണ്ടും കളറ് അടിച്ചു തന്നു. അതാണ് ഇതിങ്ങനെ. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം സംഭവിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. എൻ്റെ ആ ഒരു സമയത്തെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായി. ഞാൻ പിന്നെ കണ്ണാടി ഒന്നും നോക്കാതെയായി. കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ ഒരുമാതിരി എന്താ പറയുക, ഒരുമാതിരി കോലമാണ്. ഫ്രണ്ടിലൊക്കെ ആയിട്ട് ആ ഒരു എന്ത് കളറാണത്, ആ ഒരു കളർ ഇങ്ങോട്ട് ഇങ്ങനെ എടുത്തിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം അത് ഡിമ്മായി ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കെട്ടിയിട്ട് ഞാനൊന്ന് പൊന്തിച്ച് കൊടുക്കും ഫ്രണ്ടിൽ. പിന്നെ ഇത് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ 2 ഭാഗം മുടി തൂക്കിയിടൽ. അപ്പോൾ ഒരു കോൺഫിഡൻസാണ് സുന്ദരിയായി എന്നുള്ള. അപ്പോൾ ഈ 2 സാധനം ഫ്രണ്ടിൽ എനിക്ക് മസ്റ്റാണ്. പിന്നെ അതാ മുടി ജട കെട്ടിയതൊക്കെ അങ്ങോട്ടേക്ക് ചീകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ സാധനമാണ്. ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി പൊട്ടുവിട്ട് അത്ര തന്നെയുള്ളൂ കേട്ടോ. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഒരു വാച്ച് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കമ്മലിട്ടില്ല ഗൈസ്. അപ്പോൾ കമ്മലും കൂടി ഇട്ടാൽ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റായി. എവിടെയെങ്കിലുമൊക്കെ പോകാം, അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. എനിക്കിത് കാര്യമായിട്ട് എവിടെയും പോകാനൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചില സമയത്ത് പൗഡർ ഇടും, എന്നിട്ട് ഫിൽറ്റർ ചെയ്റ്റും. ഫിൽറ്റർ പിന്നെ കാണാൻ കൊണ്ടുവച്ചതല്ലല്ലോ അല്ലേ. യെസ്, അടുത്ത ടാസ്ക് കമ്മൽ. എൻ്റെ കയ്യിലുള്ളത് മൊത്തം മറ്റേ ട്രഡീഷണൽ ടൈപ്പ് കമ്മലുകളാട്ടോ. ഇങ്ങനത്തെ ഔട്ട്ഫിറ്റിനൊന്നും ഇടാൻ പറ്റിയ സാധനമൊന്നുമില്ല. ആകപ്പാടുള്ളതൊരു റിങ്ങാണ്, മറ്റേ റൗണ്ടിലുള്ള സാധനം. അപ്പോൾ അതും പിന്നെ ഒരു ഇങ്ങനെ തൂക്കുന്ന സാധനമല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ളൂ. പക്ഷേ ഈ ട്രഡീഷണൽ ടൈപ്പാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു റിങ് ആണെങ്കിലല്ലേ ഒന്നിൻ്റെ കളറ് പോയി ഒന്നിൻ്റെ കളറ് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഒപ്പിച്ചൊക്കെയാണ് ഇടാറ്. ആരും ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കമ്മൽ അങ്ങോട്ട് എടുത്തിടുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഡണ്ണാണ് ഗൈസ്. അപ്പോൾ സെറ്റ്. ഞാൻ ഈ എക്സ്പ്രഷൻ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ വരുന്നതാണ് കേട്ടോ. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കൂടപ്പിറപ്പാണ്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്ത് വീഡിയോ വേണമെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.